ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമ ദൃശ്യം തന്നെയാണോ എന്നുറപ്പില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അന്യരാജ്യങ്ങളിൽ റീമേക്ക് ചെയ്യപ്പെട്ട മലയാള ചലച്ചിത്രം ദൃശ്യം തന്നെയാണ്. ഇന്ത്യയിൽ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടത്. ഇത് കൂടാതെയാണ് ചൈന, ശ്രീലങ്ക, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ ഭാഷയിൽ ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടത്. ലോകത്ത് ഏത് ഭാഷയിൽ ഇറക്കിയാലും മോഹൻലാലിനെയും മീനയെയും നായികന്മാരാക്കി ജിത്തു ജോസഫ് എഴുതി സംവിധാനം ചെയ്ത മലയാളത്തിന്റെ ദൃശ്യം സിനിമ തന്നെയാണ് ഈ ക്ലാസിക് ക്രൈം ത്രില്ലറിന്റെ ഉറവിടം. ഞങ്ങൾ പോലീസുകാരെന്താ മനസ്സിലാക്കേണ്ടത്? ആ ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ വന്നിരുന്നു. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ധ്യാനത്തിന് പോയി 3-ാം തീയതി വൈകിട്ടാ വന്നത്. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? തമിഴിൽ കമൽഹാസനെയും ഗൗതമിയെയും നായികന്മാരാക്കിയാണ് ജിത്തു ജോസഫ് ഈ സിനിമ പാപനാശം എന്ന പേരിൽ റീമേക്ക് ചെയ്തത്. ஆகஸ்ட் 2-ஆம் தேதி நாங்க ஊர்லயே இல்லையே. தென்காசி தியானத்துக்கு போய் மறுநாள் ஆகஸ்ட் 3-ஆம் தேதி சாயங்காலம் திரும்பி வந்தோம். இது போதும். எல்லாம் ஓகே தானே சார்? நீ அந்த சிரிப்பெல்லாம் உள்ள வச்சுக்கிற கட்டியா? ഹിന്ദിയിൽ അജയ് ദേവ്ഗണിനെയും ശ്രേയ സരണിനെയും നായികന്മാരാക്കി നിഷികാന്ത് കമ്മത്ത് എന്ന സംവിധായകനാണ് ഈ സിനിമ ദൃശ്യം എന്ന പേരിൽ തന്നെ റീമേക്ക് ചെയ്തത്. हम पबजी गए थे सत्संग के लिए 3 तारीख को वापस आए थे. यस. तेरा किल खलास विजय साड़गांव का. सर और क्या प्रूफ चाहिए आपको? ए ऐसा मत है. കന്നഡയിൽ രവിചന്ദ്രനെയും നവ്യ നായരെയും നായികന്മാരാക്കി പി വാസു ആണ് ദൃശ്യ എന്ന പേരിൽ ചിത്രം റീമേക്ക് ചെയ്തത്. ಅವತ್ತು ತರುಣ್ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದ, ಅದಕ್ಕೆ ಈ ಕಾರ್ ಇಲ್ಲಿತ್ತು. ಸರ್, ಮಾರ್ಚ್ 1ನೇ ತಾರೀಕು ನಾವು ಊರಲ್ಲೇ ಇರ್ಲಿಲ್ವೇ? ಧ್ಯಾನ ಮಂದಿರಕ್ಕೆ ಹೋಗಿ 2ನೇ ತಾರೀಕು ಬಂದ್ವಿ. ಸಾಕಲ್ವಾ ಸರ್? ಇದನ್ನು ಮೀರು ನಮಗೆ ಇನ್ನೂ ಸಾಕ್ಷಿ ಬೇಕು. ನಕ್ರೆ ಸತ್ಯ ಸುಳ್ಳಾಗಲ್ಲ ರಾಜೇಂದ್ರ. തെലുങ്കിൽ വെങ്കിടേഷിനെയും മീനയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീപ്രിയ എന്ന സംവിധായികയാണ് ദൃശ്യം എന്ന പേരിൽ തന്നെ ഈ ചിത്രം റീമേക്ക് ചെയ്തത്. क्योंकि वहां पर सच्चिदानंद स्वामी जी के प्रवचन चल रहे थे. हम अगले दिन शाम को घर लौटे थे. देखा सर, आ गया ऊंट पहाड़ के नीचे. अब और क्या जानना है सर? ചൈനീസ് ഭാഷയിൽ സാം ക്വാ എന്ന സംവിധായകൻ ദൃശ്യം സിനിമ റീമേക്ക് ചെയ്തു. ശ്രീലങ്കയിൽ സിംഹള ഭാഷയിൽ ചെയ്യാർ രവി എന്ന സംവിധായകൻ ജാക്സൺ ആന്റണിയെ നായകനാക്കി ധർമ്മയുദ്ധയ എന്ന പേരിൽ ദൃശ്യം റീമേക്ക് ചെയ്തു.